വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്സ്. ഇപ്പം ഞാൻ നാട്ടിലെത്തി. ഞങ്ങളൊരു കുടുംബസംഗമം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങളൊരു കസിൻസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഒന്നെല്ലാവരും ഹായ് പറയോ? സിമി ഇവിടുന്ന് ഹായ് പറ. ഇല്ല, നയൻസ് സോ എല്ലാവർക്കും വിശന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ എംഗ്രിൽ വന്നിട്ടുള്ളത്. പാരഗണിൻ്റെ ഫസ്റ്റ് ലോലിപോപ്പാണ് വന്നത്. അപ്പോൾ ഞങ്ങളത് കഴിച്ചു തുടങ്ങി കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം വേഗം കഴിക്കാൻ തുടങ്ങി. സോ ഫുഡ് കഴിച്ച് ഇനി ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് പോവാം. ഇനി നേരെ കാപ്പാടിലേക്ക് വിടും. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു പ്രൈവറ്റ് വില്ലയാണ്, ബീച്ച് ഹെവൻ. അപ്പം അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ബീച്ച് ഫ്രണ്ട് കണ്ടപ്പോൾ വളരെ ഹാപ്പി ആയിട്ടോ. ഇന്ന് എന്തായാലും അടിച്ചു പൊളിക്കണം എന്ന് തീരുമാനിച്ചു. ആക്ച്വലി ഞങ്ങൾ ബുക്ക് ചെയ്തത് പിന്നെ വാസ്കോ റിസോർട്ടിലാണ് കേട്ടോ. പക്ഷേ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർ ബീച്ച് ഹെവൻ റെഡിയാക്കി തന്നു. പക്ഷേ ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യണമെങ്കിൽ അത് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ്, ഈ ഒരു വീട് ബീച്ച് സൈഡ് തന്നെയാണ്. പക്ഷേ അടിപൊളി കേട്ടോ. നമുക്ക് നല്ല പ്രൈവസിയും കിട്ടും. സൂപ്പർ ബീച്ച് വേണ്ട. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് സൈഡിലേക്കാണ്. ഞങ്ങൾ ഹാപ്പി ആയി. റിസോർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരും ഉണ്ടാവും, അപ്പോൾ പ്രൈവസി കിട്ടില്ല. ഞങ്ങൾ മെയിൻ റീൽസും കാര്യങ്ങളും പിന്നെ ഗേൾസ് ആയതുകൊണ്ട് അതിൻ്റെ എൻജോയ്മെൻറ്റും ഒക്കെ ആയിരിക്കുമല്ലോ. ഗേൾസ് അല്ല, ലേഡീസ്. കണ്ടോ, സൂപ്പർ ബീച്ചാണ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ പോയിട്ട് മെല്ലെ വന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. ഒരു 2 നിലയുള്ളൊരു വീടാണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെ ആരുമില്ല, അല്ലെങ്കിൽ മുകളിലെ നിലയിൽ വേറെ ആൾക്കാർക്ക് താമസിക്കാൻ താഴെ ഒരു ഫുൾ വീടാണ്. ഇതൊരു മെയിൻ ഒരു ലിവിങ് സ്പേസാണ്. ഒരു ഡൈനിങ് സ്പേസും ഉണ്ട്, ഒരു കിച്ചൺ, സ്മോൾ കിച്ചൺ, പിന്നൊരു ബെഡ്റൂം, ഒരു ഡ്രസ്സിങ് മിററൊക്കെ ഉണ്ട് ഇവിടെ, പിന്നൊരു കബോർഡ്, ഒരു അലമാര, പഴയ അലമാരല്ലേ, അലമാര ടൈപ്പാണ്. ആൻഡ് ഇവിടെ ഒരു ചെയർസൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരു വിൻഡോ ആണ്, ബാൽക്കണി അല്ല ബാൽക്കണി തന്നെയാണ് കേട്ടോ. ഒരു സ്മോൾ ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി. 2 ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ഉണ്ട്. സോ ഇവിടെയാണ് ബാക്കി എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും ഭയങ്കര വർത്തമാനത്തിലാണ്. സോ ഞങ്ങൾ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ബീച്ചിലേക്ക് വന്നു. നല്ല സ്ഥലമോ ആണോ, അതാ നനവ്. അടിപൊളിയാട്ടോ. നമുക്ക് പ്രൈവറ്റായിട്ട് ബീച്ച് സൈഡിലേക്ക് വരാൻ പറ്റിയ സ്ഥലമാണിത്. നല്ല അത്ര വോക്കബിൾ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 1 മിനിറ്റ് അത്രയേ ഉണ്ടാവുള്ളൂ. ഈ പ്രോപ്പർട്ടീനോട് ചേർന്ന് തന്നെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ തന്നെ ഈ സംഭവം. ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഫോട്ടോസിനൊക്കെ റെഡിയായി. ഇപ്പോൾ ഞങ്ങൾക്ക് ട്രൈപോഡൊക്കെ സെറ്റാക്കി ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടി റീൽസ് എടുക്കണം. കൊള്ളാലോ. ഞങ്ങള് യൂണിവേഴ്സിറ്റി. ഇതേത് മീനാ? മാലാണ്.
ആ ഇത് റിസോർട്ടിൽ വന്നതാ. അല്ല ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടിട്ടേ. ആ ആണോ? ഓ നിങ്ങൾക്ക് തന്നെ കറി വെക്കാനാ? വിക്കൂ. ഓ കടിക്കൂലേ? അങ്ങനെ ജീവനുള്ള ക്രാബിനെ കാണാൻ കഴിയും. മറ്റേ മീൻ എന്താ അവിടെ ഉള്ള? ഒന്ന് കാണിക്കോ മറ്റേക്ക്? താങ്ക് യു. താങ്ക് യു. നല്ല അരിക്കടുക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ബോണ്ടുണ്ട്, അരിക്കടുക്ക, പപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രെഡ് ഓംലെറ്റ് വേണമെങ്കിൽ ചൂടോടെ അവർ ഉണ്ടാക്കി തരുകയും ചെയ്യും. നല്ല ടേസ്റ്റോട് കൂടി കഴിച്ചു. അങ്ങനെ ചായയും സ്നാക്സ് എല്ലാം കഴിച്ച് ഞങ്ങൾ വാസ്കോ ഡ ഗാമ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ എൻട്രൻസിലേക്ക് അത്ര വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 to 10 കിലോമീറ്റർ ഉണ്ട്. അവർ തന്ന ഇൻഫോർമേഷൻ ചെറുതായിട്ട് തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി. അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളൊന്നും യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ആക്ച്വലി റീൽസൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മോർണിംഗിലേക്ക് ഞങ്ങൾ ചെയ്യുക. അപ്പോഴേക്ക് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു മോർണിംഗ് അങ്ങനെ ഫ്രീ ആയിരിക്കും, അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കത്തിയടിച്ചിരുന്നിട്ട് പിന്നെ തുടങ്ങാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഡിന്നർ ഇവിടെ തന്നെ കഴിക്കുക. അവരിപ്പോൾ തൽക്കാലം ഞങ്ങൾക്കൊരു റൂം അറേഞ്ച് ചെയ്ത് തരും ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു വില്ലയായിരുന്നു ആദ്യം ഇവിടെ ബുക്ക് ചെയ്തത്. അപ്പം ഞാൻ ആ വില്ലയുടെ ഒരു ടൂറ് കാണിക്കാം കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ലിവിങ് സ്പേസ് ആണ്. കുറച്ച് 5-8 പേർക്ക് ഇരിക്കാനുള്ള ഒരു വലിയ സ്പേസ് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കുറച്ച് കെറ്റിലും ടീ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വാഷ്റൂമാണ്. ചെറിയ വാഷ്റൂമാണ്, അത്ര വലിയ വാഷ്റൂമല്ല. ചെറിയൊരു വില്ലയാണിത്. ഭയങ്കര 1 BHK ആണല്ലോ. അപ്പം ചെറിയൊരു ഏരിയ ആണ്. പക്ഷെ നമുക്കൊരു 4-5 പേർക്ക് താമസിക്കാം. ഈ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡും വില്ലയാണ്. അപ്പോൾ എൻട്രി നമുക്ക് അകത്ത് കൂടെ ഉണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു മിററാണ്. അടിപൊളി മിറർ, നമുക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉള്ളത്. ഇതൊരു ഓപ്പൺ ബെഡ്റൂം കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഒരു ഓപ്പൺ ഇതാണ്. അപ്പോൾ എല്ലാവരും റീൽസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഞങ്ങളൊരു ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, പൊറോട്ട, പിന്നെ 2 ചിക്കൻ കറി ഐറ്റംസുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഒരു ലെമൺ സോഡ, ജ്യൂസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വന്നു. അപ്പോൾ എല്ലാം ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആകുമ്പോൾ വിശക്കുവേ. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ വേഗം തന്നെ ബീച്ച് സൈഡിലേക്കൊന്ന് പോവാം. ആ രാവിലത്തെ വ്യൂ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂപ്പറായിട്ട് അവിടേക്ക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ രാവിലെ തന്നെ നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നല്ല അടിപൊളിയാണ്. ഈവനിങ്ങിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് രാവിലത്തെ ഈ ഒരു ടൈമിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രെഡ്, എഗ്ഗ്, പൂരി, ദോശ, അപ്പം, ചട്നി, സാമ്പാർ, ഗ്രീൻ പീസിൻ്റെ ഒരു കറി, വേറെ ഒരു വൈറ്റ് ചന ഒരു മസാല. ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ കൂടാതെ ജ്യൂസ് ഉണ്ട്, ടീ, കോഫി, പിന്നെ നമുക്ക് എഗ്ഗ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാക്കി തരും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണം. റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. 10-40 റൂമുള്ള ഒരു ചെറിയ റിസോർട്ടാണ്. വലിയ കുഴപ്പമൊന്നുമില്ല.
റേറ്റും കുഴപ്പമില്ലാത്ത റേറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പൂളിലൊക്കെ പോയി കുളിച്ച് വന്ന് ഡ്രസ്സ് മാറി ഇനി റൂം വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പം പോകാൻ നോക്കുകയാണ്. ഹായ്, ഞാൻ റിയയുടെ കസിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിയേൻ്റെ അടുത്തൊരു ഭയങ്കര താങ്ക്സ് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും പല ഭാഗത്തേക്ക് കല്യാണം കഴിച്ച് പോയി. അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് പല പ്ലാൻസും നടത്തിയിരുന്നു. ഇപ്പോഴാണ് റിയയാണ് ഞങ്ങൾക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അതിനെ എത്ര ഞങ്ങൾക്ക് നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് റിയ, നിൻ്റെ അടുത്ത് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ബൈ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ പോയിട്ട് ഫുഡും കഴിച്ചു. ഞങ്ങൾക്ക് പിന്നെ സത്കാരയിലെ ഒരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹവും ബാക്കിയുള്ളവർക്ക് വേറെ ചിക്കൻ ഫ്രൈയും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൈലൈറ്റ് മോളിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇന്നിവിടെ അവസാനിക്കട്ടെ. ഈ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം തറവാട്ടിൽ നിന്ന് എല്ലാവരും കല്യാണങ്ങൾക്കൊക്കെ മീറ്റ് ചെയ്യാന്നല്ലാതെ ഞങ്ങൾ കസിൻസ് മാത്രമായിട്ടൊരു ട്രിപ്പ് കുറേ കാലമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതുവരെ നടന്നില്ല. കാരണം എല്ലാവരും പല പല ഭാഗങ്ങളിലാണ്. എൻ്റെ സിസ്റ്റർ ഡൽഹിയിലാണ്, ഞാൻ ബാംഗ്ലൂരാണ്, പിന്നെ വേറൊരു ചേച്ചി ബെഹറിൽ, പിന്നെ എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ പല പല, ചെന്നൈയിലുണ്ട് ഒരാൾ. അപ്പോൾ എല്ലാവരും കൂടി ഈ കുടുംബസംഗമത്തിന് ഞങ്ങൾക്ക് ഈ സമയത്ത് വരാൻ പറ്റി. എല്ലാവരും വർക്കിങ്ങുമാണ്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, അവനവൻ്റെ തിരക്കുകളിലാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു ഓക്കെ നമുക്കൊരു ട്രിപ്പ് പോവാം. ഞാൻ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ലേഡീസ് ട്രിപ്പ് എൻ്റെ കൂടെ വരണം എന്നുള്ളത്. അത് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു. ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു വൺ ഡേ. അപ്പം ഇന്ന് എൻ്റെ അത്രയും സന്തോഷകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്തത്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ.